ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിസീദസാധനം പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവതി തേനാമവിത്രയവതു. ഗണേശായ നമഃ. സരസ്വത്यै നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഇന്ന് ശ്രീരാമനവമിയായിരുന്നു. എല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഭഗവാനെ തൊഴുത് മടങ്ങിയിട്ടുണ്ടാകും. ശ്രീരാമനവമി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ്. ആ ദിവസം ജനിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ശ്രീരാമനവമിയായിട്ട് ആഘോഷിക്കുന്നത്. ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനത്തിലാണ്, അതും പുണർന്ന നക്ഷത്രത്തിലാണ് ഭഗവാൻ ശ്രീരാമൻ ജനിച്ചത്. ഈ ദിവസത്തെയാണ് ഞാൻ ശ്രീരാമ ജയന്തി എന്ന് പറഞ്ഞത്. ഇതങ്ങനെയും അറിയപ്പെടുന്നു. കൂടാതെ ശ്രീരാമൻ സീതാദേവിയെ വിവാഹം ചെയ്തതും ഈ ദിവസമാണെന്നാണ് സങ്കല്പം. ഇന്ന് ശ്രീരാമനവമി വന്നത് നമ്മൾ ഭക്തിപൂർവം വ്രതം അനുഷ്ഠിച്ച് രാമനാമം ജപിച്ച് ആഘോഷിക്കണമെന്നാണ് പറയുന്നത്. ഇത് മോക്ഷപ്രാപ്തിക്കായുള്ള മാർഗമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഭഗവാനെ മാത്രമല്ല, സീതാദേവിക്കും ലക്ഷ്മണനും ഹനുമാനും പ്രാധാന്യം നൽകി ധ്യാനിക്കണമെന്നാണ് വിശ്വാസം. രാമായണം പാരായണം ചെയ്യുന്നതും സത്ഫലങ്ങൾ നൽകും. ശ്രീരാമ നവമി നാളിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് ശരീരശുദ്ധിയൊക്കെ വരുത്തി നിലവിളക്ക് കത്തിച്ചത് നെയ്വിളക്ക് കത്തിക്കണം. രാമനാമം ജപിക്കണം. നെയ്വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ കത്തിക്കണ്ട, എള്ളെണ്ണ ഒഴിച്ച് നിലവിളക്ക് കത്തിക്കണം. എന്നിട്ട് രാമനാമം ജപിക്കണം. ഹരേ രാമ ഹരേ രാമ എന്നുള്ള ഹരേ കൃഷ്ണ മന്ത്രം, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ജപിക്കുന്ന രാമ 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 പാകിമാം രാമപാദം ശരണേ മുകുന്ദ രാമ പാകിമാം, അങ്ങനെ രാമനാമം ജപിക്കണം. ഇത് നമ്മൾ ഈ രാമനാമം ജപിക്കുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ സർവ്വവിധ ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് സങ്കല്പം. ഉപവാസവും ഉറക്കമൊഴിയലും ഒക്കെ ഈ വ്രതത്തിൻ്റെ ഭാഗമാണെങ്കിലും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടൊക്കെ വ്രതം എടുത്താൽ മതി. നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പട്ടിണി ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആഹാരം കഴിക്കും. പക്ഷെ അന്ന് അരി ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഈ വ്രതത്തിൽ ഏകാദശിക്കാണെങ്കിൽ നമ്മൾ അരിമണി കഴിക്കാൻ പാടില്ല. ആ ദിവസം നമ്മൾ ഗോതമ്പോ റവയോ എന്തെങ്കിലും കഴിക്കുക. അരിമണി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസുരനുണ്ട്, മുരൻ എന്നൊരു അസുരനുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഒരു ഏകാദശിയുടെ വീഡിയോയിൽ പറഞ്ഞു, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ശിഷ്ട ജന്മത്തിൽ എന്തെങ്കിലും ജനനം നമ്മൾക്കുണ്ടെങ്കിൽ, മോക്ഷം കിട്ടാതെ പോയി നമ്മൾ വീണ്ടും ജനിക്കുമെങ്കിൽ നമ്മൾ നികൃഷ്ട ജീവികളായിട്ടൊക്കെ ജനിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഞാനൊരു പുരാണത്തിൽ വായിച്ച, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. എന്നാലെങ്കിലും ആളുകൾക്ക് ഒരു പേടി വരട്ടെ. പക്ഷേ അരി ആഹാരം കഴിച്ച് ബാക്കിയുള്ള എന്തെങ്കിലും പഴവോ പച്ചക്കറിയോ റവ ഓട്സ് അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. എനിക്ക് പറ്റില്ല കൂട്ടുകാരി, അരി ആഹാരം തന്നെ ഞാൻ കഴിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ക്ഷീണം, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കടുത്ത വ്രതമൊന്നും എടുക്കാറില്ല. അതുപോലെ തന്നെ നമ്മൾ പകൽ ഉറക്കം പാടില്ല. രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ ക്ഷേത്ര ദർശനം, കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റൂ. അതെ, നമ്മൾക്ക് ശരീരം 85 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്കൊരു മനുഷ്യജന്മം ശരീരത്തോടു കൂടി കിട്ടുന്നത്. ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ശരീരം ക്ഷീണിപ്പിച്ചുകൊണ്ട് ഒരു വ്രതവും വേണ്ടെന്നാണ് പറയുന്നത്. പറ്റുന്നവരെ എടുക്കണം,
അത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷെ ആരോഗ്യം ക്ഷയിക്കുന്നു അല്ലെങ്കിൽ അസുഖമുള്ളവരൊന്നും അടുത്ത് കൂടുതൽ അനാരോഗ്യത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ദശമി എന്നൊരു നവമിയിൽ നമ്മൾ ഉപവസിച്ചിട്ട് ദശമി ദിവസം രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി തീർത്ഥം സേവിച്ച്, തുളസി തീർത്ഥമോ അല്ലെങ്കിൽ ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥമൊക്കെ സേവിച്ച് നമ്മൾ വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വ്രതാനുഷ്ഠത്തിലൂടെ ഈ നവമിയിൽ എടുക്കുന്ന വ്രതത്തിലൂടെ നമ്മൾ ലോകത്തിലുള്ള സകല പുണ്യസ്ഥലങ്ങളും തീർത്ഥാടനം നടത്തിയ ഒരു ഫലം ലഭിക്കുമെന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ 7 ജന്മങ്ങളിലെ പാപങ്ങളെല്ലാം നശിച്ച് നമുക്ക് വിഷ്ണുപ്രീതി കിട്ടും. അപ്പം വിഷ്ണുപ്രീതി എന്താണ്? മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ജനനം ഇല്ല. പിന്നെ സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ സുഹൃതം ക്ഷയിക്കുമ്പം വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. ഭഗവാന്റെ പാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നൊരു ജനനം ഇല്ല, നമുക്ക് സുഖമാണ്, ഭഗവാന്റെ അടുത്ത് തന്നെ കഴിയാം. അതുകൊണ്ട് മോക്ഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. രാമനാമ ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമ രാമ രാമ, ആ ഒരു മന്ത്രത്തിനെ 1000 വിഷ്ണുനാമങ്ങൾക്ക് എന്ന് വെച്ചാൽ വിഷ്ണു സഹസ്രനാമം നമ്മൾ ചെല്ലുമ്പോൾ 1000 വിഷ്ണുവിൻ്റെ നാമങ്ങളാണ് ചെല്ലുന്നത്, വിഷ്ണു സഹസ്രനാമം. അങ്ങനെ ആ 1000 നാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം, ഹരേ രാമ ഹരേ രാമ എന്നുള്ളത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൻ്റെ ഭഗവാന്റെ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ ര, പിന്നെ ഓം നമഃശിവായ എന്നുള്ളതിൻ്റെ ഓം, ഈ 2 ബീജാക്ഷരവും കൂടെ ചേർന്നാണ് രാമ എന്ന പേര് അല്ലെങ്കിൽ എന്ന നാമം ഉണ്ടായത്. അപ്പം ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായ ശ്രീരാമന് വസിഷ്ഠ മഹർഷിയാണ് രാമ എന്ന് പേരിട്ടത്. അപ്പം ഓം നമോ നാരായണായ എന്ന ആ ഒരു മന്ത്രത്തിൻ്റെ രായും, പിന്നെ ഓം നമഃശിവായ എന്ന മന്ത്രത്തിൻ്റെ ആ മന്ത്രം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബീജാക്ഷരമാണ് മായും കൂടെ ചേർന്നാണ് രാമ. അപ്പം വൈഷ്ണവശക്തിയും ശൈവശക്തിയും കൂടെ ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം. അല്ലെങ്കിൽ ഈ രാമനാമത്തിന് വേറൊരു പേരാണ് താരക മന്ത്രം. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് ഏറ്റവും ശക്തിയേറിയ മന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രം, താരക മന്ത്രം. ഭഗവാന്റെ ഈ 16 നാമങ്ങൾ ഭക്തിയോട് ജപിച്ചാൽ മനസ്സ് സൂര്യനെ പോലെ തെളിഞ്ഞതാകും എന്നാണ് വിശ്വാസം. രാമനവമി ദിനത്തിൽ 108 തവണ ജപിക്കുന്നതാണ് അത്യുത്തമം. അപ്പം ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേകിച്ച് നിഷ്ഠകളോ നിയമങ്ങളോ ഒന്നും പാലിക്കേണ്ടതില്ല. ഏത് സമയത്തും എപ്പോഴും നമുക്ക് നാവിൽ ഉദിക്കുന്ന ഒരു മന്ത്രമാണ് ഹരേ രാമ എന്നുള്ള മന്ത്രം. അപ്പോൾ ഈ മന്ത്രം ചൊല്ലി നമ്മുടെ ഹൃദയവും നാവും ഒക്കെ എങ്ങനെ അങ്ങ് കണ്ണാടി പോലെ ശുദ്ധമാകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എല്ലാ പാപങ്ങളിൽ നാക്ക് വഴിയാണല്ലോ പാപങ്ങളെല്ലാം വലിച്ചേറ്റുന്നത്. അപ്പം നാക്ക് ശുദ്ധമാകുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടും എന്നാണ് വിശ്വാസം. അപ്പം നമുക്ക് ഒരു സീതാരാമ സ്തോത്രം ജപിക്കാം. അയോധ്യാപുരനേതാരം മിഥിലാപുരനായികാം രാഘവാണമലങ്കാരം വൈദേഹാനാമലങ്ക്രിയാം രഘൂണാം കുലദീപം ച നിമീനാം കുലദീപികാം സൂര്യവംശസമുദ്ഭൂതം
സോമവംശസമുദ്ഭവാം പുത്രം ദശരഥാസ്യാദ്യം പുത്രീം ജനകഭൂപദേഹ പ്രതിഷ്ഠാനോ മദാചാരം ശതാനന്ദമദാനുഗാം കൗസല്യഗർഭസംഭൂതം വേദിഗർഭോദിതാം സ്വയം പുണ്ടരീകവിശാലാക്ഷം സ്ഫുരദ്ദിന്ദീവയരേക്ഷണാം ചന്ദ്രകാന്താനനംഭോജം ചന്ദ്രബിംബോപമാനനാം മത്തമാതംഗഗമനം മത്തഹംസവധൂഗതാം ചന്ദ്രനാർദ്രഭുജാമധ്യം കുങ്കുമാർദ്രകുജസ്ഥലിം ചാപലാങ്കൃതഹസ്താബ്ജം പത്മാലങ്കൃതപാണിക ശരണാഗതഗോപ്താരം പ്രണിപാതപ്രസാദികാം കാളമേഘനിഭം രാമം കാത്തസ്വരസമപ്രഭം ദിവ്യസിംഹാസനാസീനാം ദിവ്യസക്വസ്ത്രഭൂഷണാം അനുക്ഷണം കടാക്ഷാഭ്യം അന്യോന്യക്ഷണാകാംക്ഷിണൗ അന്യോന്യസദൃശാകാരൗ ത്രൈലോക്യഗൃഹദമ്പതി ഇമൗ യുവാം പ്രണമ്യാഹം ഭജാമിഥ്യകൃതാർത്ഥതാം അനേന സ്തൗതീയം സ്തുത്യം രാമം സീതാം ച ഭക്തിതഃ തസ്യ തൗ തനുതാം പുണ്യം സമ്പദാ സകലാർത്ഥദാ ഏവം ശ്രീരാമചന്ദ്രസ്യ ജാനക്യാശ്ച വിശേഷതഃ കൃതം ഹനുമതാ പുണ്യം സ്തോത്രം സദ്യോ വിമുക്തിതം യപ്പടേത് പ്രാതരുത്ഥായ സർവാൻ കാമനാവാപ്നുയാത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും രാമനവമി ആശംസകൾ.